എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടില് പഴം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കട്ടോ. ഇത് കിട്ടുന്ന രണ്ട് റെസിപ്പി ഉണ്ട്. ഒന്ന്, ഞാൻ ആ പഴം കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് അതും ഒരു നാളികേരത്തിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഗീല് വലിയ ഗീ ഒന്നും വേണ്ട കേട്ടോ, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുനോ പഴം കൊണ്ടൊരു ഗുലാബ് ജാമുൻ, അതാണ് ഇന്നൊരു ഇത് പറഞ്ഞ ഞാൻ. അപ്പൊ നിങ്ങൾ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. നിങ്ങളെ ഈ വീഡിയോകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോണ്ട് മാത്രം പോരെ, കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് ഷെയർ ചെയ്യണം. നമ്മുടെ നോളജ് ബാക്കിയുള്ളവരിലേക്ക് പോരുമ്പോഴല്ലേ അത് വലുതായി വരുള്ളൂ. അപ്പൊ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു പാൻ വെക്കാം കേട്ടോ, മീഡിയം ചൂടിൽ കേട്ടോ. നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് വഴറ്റിയെടുക്കാം. അത് ഒരു വിധം കൂടെ ആയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് മേശായാൽ മതി. അത് നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം. നമുക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് അതിലേക്ക് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് അതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നമുക്കത് പാലും അതൊക്കെ ഇട്ട് യോജിപ്പിക്കാം കേട്ടോ. ഇത് അധികം ലൂസ് ആവാനും പാടില്ല, തിക്ക് ആവാനും പാടില്ല. നമുക്കിനി ബോൾ പിടിക്കണം. അപ്പൊ ഇങ്ങനെ വേണം എടുക്കാൻ. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ആ ചെറു ചൂടിൽ തന്നെ നമുക്കതിൻ്റെ ആ മിക്സിലുണ്ടല്ലോ അതിൻ്റെ പകുതി ഇങ്ങനെ ബോളാക്കി വയ്ക്കാം, പകുതി നമുക്ക് അടുത്തൊരു മെത്തേഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ആ പിടിച്ച ആവശ്യം തന്നെ ആ ചെറിയ ചൂടിൽ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പിടിക്കാം. നമുക്ക് അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു പാൻ വെക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ആ നാളികേരം കോട്ട് ചെയ്ത ബനാന ബോൾ ഉണ്ടല്ലോ, അത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലായിടത്തും ആവും, കുറച്ചൊരു ഈസിയാണ് നമ്മളിങ്ങനെ ഒരു പാത്രം എടുക്കുമ്പോഴേ. എല്ലായിടത്തും ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ.
ഇത് ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ നാളികേരം നമ്മൾ കോട്ട് ചെയ്തൊക്കെ ചെറുതായിട്ടൊന്ന് കളറായിട്ടുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും കളർ വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ആ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം കേട്ടോ. പഞ്ചസാര, വെള്ളം, ഏലക്കായ കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇളക്കിയിട്ട് ആ പഞ്ചസാര ഒന്ന് അലിയിക്കാം കേട്ടോ. അത് തീ ഓൺ ചെയ്യാം കേട്ടോ. മീഡിയം ചൂടിൽ കേട്ടോ. ഒന്ന് തിളപ്പിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം കേട്ടോ. 5 മിനിറ്റായി. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ സിറപ്പ് അതേപോലത്തെ ഒരു ബോളിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ഗുലാബ് ജാം ഫ്രൈ ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു പാത്രം വയ്ക്കാം കേട്ടോ. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കത് ഓൺ ചെയ്യാം കേട്ടോ. മീഡിയം ചൂടിൽ നമ്മുടെ ഓയിൽ ചൂടായിട്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ നമ്മുടെ ഇതുകൊണ്ട് ഉണ്ടാക്കിയത് അത് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. നമുക്കതിങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് മാറ്റി കൊടുത്ത് എല്ലാവർക്കും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഗുലാബ് ജാമിൻ്റെ പോലെ തന്നെയില്ലേ ഈ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കത് സിറപ്പിലേക്ക് മാറ്റാം കേട്ടോ. കുറച്ച് പിസ്താഷ്യോന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നല്ല സോഫ്റ്റാണ് കേട്ടോ. പഴം കൊണ്ടുണ്ടാക്കിയ നാളികേരത്തിന്റെ ഉണ്ട വന്നിട്ട് കേട്ടോ. നെയ്യുടെ ഒക്കെ മണം, നാളികേരത്തിന്റെ മണം കൊള്ളാം. നോക്കാം, മണം കൊണ്ട് സാധനം കൊള്ളാം. ഇത് തിന്നുമ്പോഴാണല്ലോ അതിന്റെ രുചി അറിയുള്ളൂ. അപ്പൊ നോക്കി നോക്കാം. ആവശ്യത്തിന് മധുരം, അധികം മധുരമൊന്നും ഇല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതലെങ്കിൽ കൂട്ടാം. ആവശ്യത്തിന് മധുരം, എല്ലാ ഫ്ലേവറും, ആ നെയ്യിട്ടുണ്ട്, നെയ്യുടെ ഫ്ലേവർ, പിന്നെ സൂചിയുടെ ഫ്ലേവർ അധികം ഇല്ല കേട്ടോ. നമ്മുടെ റവയുടെ ഒരു ലോവർ എൻഡിലാണ്. പഴമാണ് മുന്തിയേക്കണ, നെയ്യും അതാണ്. പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. 4 മണിക്ക് വരുമ്പോ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നേ. അപ്പൊ അവർക്കല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അടുത്തത് ഇപ്പൊ തന്നെ ട്രൈ ചെയ്യാം കേട്ടോ. നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയി കേട്ടോ. ആ സിറപ്പും പിസ്താഷ്യൊക്കെ ഇട്ടാട്ടി പൊള്ളി വെച്ചിരിപ്പുണ്ട്. നമ്മൾ ആ സിറപ്പ് ഒന്നുകൂടി മുകളിലേക്ക് ഒഴിക്കാം. അപ്പൊ ഒന്നുകൂടി ജ്യൂസി ആവട്ടെ. ഓക്കെ, കിട്ടണല്ലേ? ശരിക്കും ഗുലാബ് ജാമിന്റെ പോലെ തന്നെയില്ലേ? ഇനി നമുക്ക് അഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സിറപ്പ് കൊടുത്തിട്ട് അടിപൊളിയാണ് കേട്ടോ. അത് ശരിയാണ്, പഴം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പഴത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ബാക്കിയെല്ലാം കൊണ്ട് വരുമ്പോ നമ്മളൊരു ഗുലാബ് ജാമുൻ തന്നെയാണത്. അപ്പൊ എങ്ങനെ തിന്നണ്ടേ? ആസ്വദിച്ച് തിന്നും.
ആസ്വദിച്ച് തിന്നാൻ മാത്രം പോരാട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറക്കല്ലേ. ബൈ. ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരാനേ.